ഹലോ മക്കളെ, നാളത്തെ പരീക്ഷയിൽ ഒരു 5 മാർക്കിന് അൺനോൺ റീഡിംഗ് കോമ്പിനേഷൻ വരും. അതായത് നിങ്ങൾ ഇന്നേ വരെ കാണാത്ത ഒരു പാരഗ്രാഫ് എഴുതും, എന്നിട്ട് അവർ 5 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 5 ചോദ്യങ്ങളും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പാരഗ്രാഫും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ചില കുട്ടികൾ എങ്കിലും മാർക്ക് ചിലവർക്ക് പോകും. അതിന് നിങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറച്ച് മിസ്റ്റേക്ക് എന്താണെന്നും അതെങ്ങനെ ഉണ്ടാക്കാതിരിക്കാനും ഈ 5 മാർക്ക് ഉറപ്പാക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അത് മാത്രം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളൂ മക്കളെ. റെഡി? പിന്നെ ഓർക്കണം, വൈകുന്നേരത്തെ ലൈവിലാണ് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കോഴ്സ് പഠിക്കാൻ പോകുന്നത്. ഓൾസോ നാളെ രാവിലത്തെ മോർണിംഗ് ലൈവിൽ ഗ്രാമറും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതോടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ നമ്മൾ ഫുൾ മാർക്കാണ് വാങ്ങാൻ പോകുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ ഈ റീഡിംഗ് കോമ്പിനേഷനിൽ നിങ്ങൾ ആദ്യം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്ക് ഇതാണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ഇതിൻ്റെ ഉള്ളിൽ പോയി തപ്പും. വളരെ വലിയ മണ്ടത്തരാണ്. അതെന്തുകൊണ്ടാണ് മണ്ടത്തരം എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആദ്യം പാസേജ് നിങ്ങൾ വായിക്കുക. അതിന് ഓവർ സമയം എടുത്ത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു റഫായിട്ട് റീഡ് ചെയ്താൽ മതി. വളരെ ചെറിയ പാസേജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻ കാണുന്ന നിർബന്ധമാണ്, വെറുതെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഫുള്ള് വായിക്കണം. അല്ലാണ്ട് ഇതിൻ്റെ ആൻസർ തപ്പിയെടുക്കാൻ നോക്കരുത്. അങ്ങനെ തപ്പിയെടുക്കുകയാണെങ്കിൽ വലിയ മിസ്റ്റേക്സ് വരാനും നിങ്ങളുടെ മാർക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ എങ്ങനെയാണ് സാർ ഈ പാസേജ് വായിക്കേണ്ടത്? അതെങ്ങനെ വേണം വായിക്കാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വായിക്കാൻ മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ വായിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതായത് സാർ ഞാനിങ്ങനെ വായിച്ചു തുടങ്ങും, ഇങ്ങനെ വായിക്കും, ഇവിടെ എത്തും. അപ്പോൾ ഞാൻ ആലോചിക്കും, സാർ എന്താണ് ആദ്യം വായിച്ചത്, അത് മറന്നുപോയി, അത് മനസ്സിലായില്ല എന്ന്. അങ്ങനെ പ്രശ്നം നിങ്ങൾക്ക്, എനിക്കറിയാം 90% ആൾക്കാർക്ക് ഉണ്ടെന്ന്, എനിക്കും ആ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ആദ്യം കമൻറ്റ് ഒന്ന് നോക്കട്ടെ എത്ര പേർക്ക് ഉണ്ടെന്ന്. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വളരെ സിമ്പിൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അത് ആക്റ്റീവ്ലി വിഷ്വലൈസ് ചെയ്യുക. കുറച്ച് ബോഡിയൊക്കെ ഉപയോഗിച്ച് വിഷ്വലൈസ് ചെയ്തോ. അതെങ്ങനെയാണ് ചെയ്യാറ് നോക്ക്. ഫീച്ചറിങ് ആനിമൽസ് ഓക്കെ, ആനിമൽസ് ഇമാജിൻ ചെയ്യും. ആനിമൽസ് ഒരു കുരങ്ങനെയോ ഒരു പട്ടീനെയോ എന്തെങ്കിലും ഇമാജിൻ ചെയ്യും. ഓർ ഒബ്ജക്ട്സ് വിത്ത് ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റി. ഒബ്ജക്ട് വിത്ത് ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റി. എൻ്റെ അടുത്ത് മനുഷ്യരെ പോലത്തെ ക്വാളിറ്റീസ്. ഓക്കെ, ഇമാജിൻ അങ്ങനെ ആ മൈൻഡ് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഓർമ്മ ഉണ്ടാവാത്തത്. ഓക്കെ, ഇങ്ങനെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താ അറിയോ, ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുകൂടെ വരേണ്ട ആവശ്യമില്ല, അത്രയും ഓർമ്മ ഉണ്ടാവും. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോൺ ആസ് ഇതിനെന്താണ് വിളിക്കുക, ആന്ത്രോപോമോർഫിക് ആനിമേഷൻ ആയിക്കോട്ടെ, ഇതിനാണ് നമ്മൾ ഇതിന് വിളിക്കുക. അപ്പോൾ ഓക്കെ, മനുഷ്യന്മാർക്കും ഇതൊക്കെ എന്താണ് പട്ടികൾക്കും പൂച്ചകൾക്കും മനുഷ്യന്മാരെ പോലെ ബിഹേവ് ചെയ്യുന്ന ഓക്കെ, മനസ്സിലായി. ഇത്രയും സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട് സമയം എടുക്കുക. സോറി, ഇത്രയും കഷ്ടപ്പെട്ട് വായിക്കണോ? വേണ്ട, ഞാൻ കാണിക്കുന്നതുകൊണ്ട് ഓവർ ആക്ട് ചെയ്യാണ്, എക്സാജറേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രം ക്ലാസിക് ഷോസ് ലൈക്ക് ലൂണി ട്യൂൺസ് ഓക്കെ, ശരി. ടോം ആൻഡ് ജെറിയിൽ അതുപോലെ തന്നെയാണല്ലോ, ടോമും ജെറിയും കുറച്ച് മനുഷ്യന്മാരൊക്കെ പോലത്തെയാണല്ലോ. ഓക്കെ, മോർ റീസെൻറ്റ് അനിമേറ്റഡ് ഫിലിംസ് ലൈക്ക് ഫൈൻഡിങ് നീമോ, ഇവരൊക്കെ ദേ ഹാവ് ബീൻ അറൗണ്ട് ഫോർ ഡിക്കേഡ്സ്. 10-12 വർഷങ്ങളായിട്ടുള്ളതാണ്. ഓക്കെ, നല്ല കാര്യം. ഇതിപ്പോൾ ഈ പരിപാടി കുറേ ഉണ്ട്. ഓക്കെ, ഇത്രയും കാരണം മനസ്സിലായല്ലോ. ഇനി ഇതൊന്നും തലേ പോകില്ല. ഓക്കെ, തലേന്ന് പോകില്ല. ഇനി എന്താണ് ആന്ത്രോപോമോർഫിസം ഈസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ ദീസ് ഫിലിംസ്. ഓക്കെ, ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ത്, ഈ ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുന്നത് ടു ആഡ് എ സെൻസ് ഓഫ് ഹ്യൂമർ. ഓക്കെ, ഹ്യൂമർ കൊടുക്കാനും ഇമോഷൻ റിലേറ്റബിലിറ്റി ടു ദിയർ സ്റ്റോറീസ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനൊക്കെ ടോം ആൻഡ് ജെറിയിൽ ടോമിനൊക്കെ കുറച്ച് ഒരു എന്താണ് ഇമോഷൻ വരുമ്പോൾ നമുക്ക് എന്താണ് റിലേറ്റബിലിറ്റി വരും അല്ലേ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതിനോട്. ഓക്കെ, ശരി, നല്ല കാര്യം. ഓക്കെ, ആന്ത്രോപോമോർഫിക് ആനിമേഷൻ ഓൾസോ എയ്ഡ്സ് ഇൻ ക്യാരക്ടർ കണക്ഷൻ. നമുക്ക് ഇതിന് ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യാം, ടോമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ബൈ മേക്കിംഗ് ദ ക്യാരക്ടേഴ്സ് മോർ റിലേറ്റബിൾ ബിക്കോസ് ദേ ആക്ട് മോർ ഹ്യൂമൻ. ഇതന്നെയല്ലേ ആദ്യം പറഞ്ഞത്. ഓക്കെ, ബേസിക്കലി എന്താണ്, റിലേറ്റബിൾ ആക്കാൻ പറ്റും. നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ജെറി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, ഫൈൻഡിങ് നീമോ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശരി, ഓക്കെ. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഈസ് ഇൻക്രെഡിബിളി എഫക്റ്റീവ്. ഓക്കെ, അത് ഭയങ്കര എഫക്റ്റീവാണ്. ഓക്കെ, ടോം ആൻഡ് ജെറി ഭയങ്കര എഫക്റ്റീവാണ് വെൻ യൂസ് ടു പ്രൊമോട്ട് എപ്പോൾ മീനിങ് ആയിട്ടുള്ള മെസ്സേജ് പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഐഡിയ ആലോചിക്കരുത്. എന്താണോ ഈ ഓദർ പറയുന്നത്, ഈ കൊടുത്തിരിക്കുന്നത് അതാണ് സത്യം. അപ്പം നിങ്ങൾ അങ്ങനെയാണോ ഒന്നും ചിന്തിക്കരുത്. ഓക്കെ, അങ്ങനെ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സച്ച് ആസ് എൻവയോൺമെൻറ്റൽ അവെയർനെസ്, റേഷ്യൽ ഇക്വാലിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അല്ലെ, ഇൻക്രെഡിബിൾ കൂടുതലല്ല, എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ നമ്മൾ എഫക്റ്റീവ് എന്ന് ഓദർ പറയുന്നു. ആയിക്കോട്ടെ, ശരി, ഓദർ പറഞ്ഞു. കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇതേ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാര്യം നിങ്ങളുടെ തലയിലുണ്ടാവണം. പല കുട്ടികൾക്കും പ്രശ്നം ഇങ്ങനെ വായിച്ചു പോകും, പിന്നെ വീണ്ടും വായിക്കും, സമയം വെറുതെ കളയും. അങ്ങനെ തന്നെ സമയം കളയുന്നത്. ഇമാജിൻ ചെയ്താൽ പണി തീർന്നില്ലേ? ഓക്കെ, ബിക്കോസ് ഓഫ് ദി യൂണിവേഴ്സൽ അപ്പീൽ. അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിവേഴ്സൽ അപ്പീൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ശരിയല്ലേ? ടോം ആൻഡ് ജെറി ഇപ്പം നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഇംഗ്ലണ്ടിലുള്ള ആൾക്കാരും അമേരിക്കയിലെ ആൾക്കാരും മാത്രമല്ല, എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, ശരി. ആന്ത്രോപോമോർഫിക് ആനിമേഷൻ ഓക്കെ എനേബിൾസ് ഫിലിം മേക്കേഴ്സ് ടു ക്രിയേറ്റ് മീനിങ് സ്റ്റോറീസ്. മീനിങ് ആയിട്ടുള്ള സ്റ്റോറിയാണുള്ളത്. ആയിക്കോട്ടെ, നല്ല കാര്യം. ലയൺ കിങ് മീനിങ് ആണ്. ദ ട്രാൻസെൻഡ് ലാംഗ്വേജ് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസെൻഡ് പറഞ്ഞ വാർത്ത അറിയില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കുക. ഗെസ്സടി എന്താണ്? ലാംഗ്വേജ് ബാരിയർ ഇല്ലാതെ. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള സാധനം നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല, ഡയലോഗ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ടോം ആൻഡ് ജെറി നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവും,
അതുപോലെ തന്നെ നൈജീരിയയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, അതുപോലെ തന്നെ ചൈനയിലുള്ള ആൾക്ക് മനസ്സിലാവും, ജപ്പാനിലുള്ള ആൾക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും അല്ലേ. ആൻഡ് കൾച്ചറൽ നോംസ്. ഓക്കെ, കൾച്ചറൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല, എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈനലി ആന്ത്രോമോർഫിക് ആനിമേഷൻ പ്രൊഡ്യൂസ് യൂസർ ഫ്രണ്ട്ലി മീഡിയം. അതിൻ്റെ അർത്ഥം എന്താ? എനിക്കറിയില്ല, അത് മനസ്സിലായില്ല, അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, പോട്ടെ. ഫോർ എൻ്റർടൈൻമെൻറ്റ് ആണ്, ശരിയാണ്. ആൻഡ് എഡ്യൂക്കേഷൻ ദാറ്റ് ക്യാൻ ഇൻസ്പയർ പീപ്പിൾ ഫ്രം ഓൾ. ഓക്കെ, ഓൾ വാക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായി, സംഭവം മനസ്സിലായി. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കുക. വാട്ട് ഈസ് ആന്ത്രോപോമോർഫിക് ആനിമേഷൻ? എന്താണ് ആന്ത്രോപോമോർഫിക്? അത് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞ കാര്യം എടുത്ത് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യം അതേപോലെ തപ്പുക. ഇനി തപ്പുക ആന്ത്രോപോമോർഫിക് ആനിമേഷൻ. ഇനി നോക്കുക, അവരതാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫീച്ചറിങ് ആനിമൽസ് ഓർ ഈസ് നോൺ ആസ്. അപ്പോൾ അതന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, നേരെ എഴുതി വെക്കുക, നേരെ ഈ പാസേജിൽ നിന്ന് എഴുതി വെക്കുക. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതുക? ഇറ്റ് ഈസ് സ്റ്റൈൽ ഓഫ് ആനിമേഷൻ വേറെ ഇങ്ങനെ എഴുതി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മടിയാണെങ്കിൽ എന്താ? ഫീച്ചറിങ് ആനിമൽസ് ഓർ ഒബ്ജക്ട്സ് വിത്ത് ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോൺ ആസ് ആന്ത്രോപോമോർഫിക് ആനിമേഷൻ. അതേപോലെ എഴുതി വെച്ചാൽ മതി, കുറേ മോഡിഫിക്കേഷൻ വരുത്താതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്ക്. നെയിം എ ഫ്യൂ റീസെൻറ്റ് ഫിലിംസ് ഇൻ ദ പാസ്റ്റ് ദാറ്റ് ഹാവ് യൂസ് ദ ടെക്നീക്ക് ഫോർ. അതും പറഞ്ഞിട്ടുണ്ടല്ലോ അവർ, നമുക്ക് ഓർമ്മയില്ലേ? എന്തോ ഫൈൻഡിങ് നീമോ എന്നൊക്കെ പറഞ്ഞില്ലേ അല്ലേ? ലൂണി ടൂൺസ്, ടോം ആൻഡ് ജെറി, പിന്നെ മോർ റീസെൻറ്റ് ഫിലിംസ് ലൈക്ക് ഫൈൻഡിങ് നീമോ, സൂട്ടോപ്പിയ, ലെഗോ മൂവി. എന്താണ് ഹാവ് യൂസ്ഡ്? അത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. എന്താണ് ഹാവ് യൂസ്ഡ് ആന്ത്രോപോമോർഫിക് ആനിമേഷൻ എന്നും കൂടെ എഴുതി വെക്കാം. ഓക്കെ, റെഡി. വൈ ഇസ് ദിസ് കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എഫക്റ്റീവ്? എന്തുകൊണ്ടാണ് എഫക്റ്റീവ്? അപ്പോൾ അത് നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇസ് ഇൻക്രെഡിബിളി എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി വെക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വെൻ യൂസ് ടു പ്രൊമോട്ട് മീനിങ് ഫുൾ ലെസൺസ് പല കുട്ടികളും എഴുതി വെക്കും. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ തപ്പുന്ന കുട്ടികളാണ് ഇത് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? നോക്കി. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇസ് ഇൻക്രെഡിബിളി എഫക്റ്റീവ് വെൻ യൂസ് ടു പ്രൊമോട്ട് മീനിങ് ഫുൾ മെസ്സേജസ് സച്ച് ആസ് എൻവയോൺമെൻറ്റൽ. ചോദ്യം ചോദിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് ഇത് എഫക്റ്റീവ് എന്നാണ്. ഈ സെൻറ്റൻസ് പറയുന്നത് എന്താണ്? ഇത് എഫക്റ്റീവ് ആവും എപ്പം ഇതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്താൽ, ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താൽ. അത് എന്തുകൊണ്ട് എഫക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്ത് എഫക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് എഫക്റ്റീവ് ആവും, എന്തുകൊണ്ടാണ് ഈ ടൈപ്പ് എഫക്റ്റീവ് ആവുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഈ സെൻറ്റൻസിലല്ല ഉള്ളത്, അതിൻ്റെ ഉത്തരം മുൻപുള്ള സെൻറ്റൻസിലുള്ളത്. അപ്പോൾ ഇവിടെയാണ് മറ്റേ പെട്ടെന്ന് ചെയ്യാൻ പോകുന്നവർ തെറ്റിക്കുക. അപ്പോൾ വായിച്ച് നോക്കുന്ന മനസ്സിലാവുന്നതാണ് ഇത് എന്താണെന്നുള്ളതിന് കൊടുത്തില്ല. ഇങ്ങനെ ഉപയോഗിച്ചാൽ എഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ടൈപ്പ് സ്റ്റോറി എഫക്റ്റ്? മോളിൽ നോക്ക്. ആന്ത്രോപോമോർഫിസം ആ സാധനം ഈസ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഇൻ ദീസ് ഫിലിംസ് ടു ആഡ് എ സെൻസ് ഓഫ് ഹ്യൂമർ. എന്തുകൊണ്ടാണ് എഫക്റ്റ്? ഹ്യൂമർ ആഡ് ചെയ്യും, ഇമോഷൻ ആഡ് ചെയ്യും, റിലേറ്റബിലിറ്റി ആഡ് ചെയ്യും. ആനിമേഷൻ ഓൾസോ എയ്ഡ്സ് ഇൻ ക്യാരക്ടർ കണക്ഷൻ ആഡ് ചെയ്യും, റിലേറ്റബിൾ ആക്കും. അതുകൊണ്ടാണ് ഇത് ഭയങ്കര എഫക്റ്റീവ്. ഇനി നിങ്ങൾക്ക് വേണേൽ എക്സ്ട്രാ കൂടി പറയാം, ഇത് കൂടുതൽ എഫക്റ്റീവ് എപ്പോഴായിരിക്കും ഇങ്ങനെ മീനിങ് ഫുൾ ആയുള്ള മെസ്സേജ്. അതാണ് ആൻസർ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എഴുതി വെക്കാം. അല്ലെങ്കിൽ ഇവിടെയാണ് ആൻസർ കിടപ്പുള്ളത്, ഇതും കൂടി വേണേൽ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫൈനൽ ആൻസർ എങ്ങനെ ഉണ്ടാവണം? ഫൈനൽ ആൻസറിൽ ഇറ്റ് ഹാഡ്സ് ഹ്യൂമർ, റിലേറ്റബിലിറ്റി, ക്യാരക്ടേഴ്സ്, റിലേറ്റബിലിറ്റി ക്യാരക്ടേഴ്സ് ഹെൽപ്പിംഗ് ടു കൺവേ മീനിങ് ഫുൾ മെസ്സേജസ് സച്ച് ആസ് എൻവയോൺമെൻറ്റൽ. അത് അവസാനം കൊടുക്കണം. അത് മാത്രം എഴുതി വെച്ചാൽ ആ സെൻറ്റൻസ് അതേപോലെ തന്നെ അവസാനത്തെ ആ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നതുകൊണ്ട്, അല്ലെ എഫക്റ്റീവ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അതേപോലെ എഴുതി വെച്ചാൽ പണി പാടും. മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹൗ ഡസ് യൂണിവേഴ്സൽ അപ്പീൽ ഓഫ് ആന്ത്രോപോമോർഫിക് ആനിമേഷൻ ഹെൽപ്പ് ഫിലിം മേക്കേഴ്സ്? അതും പറയുന്നുണ്ടല്ലോ അവസാനം എന്തോ. ബിക്കോസ് ഓഫ് ദിയർ യൂണിവേഴ്സൽ അപ്പീൽ ആന്ത്രോപോമോർഫിക് ആനിമേഷൻ എനേബിൾസ് ഫിലിം മേക്കേഴ്സ് ടു ക്രിയേറ്റ് മീനിങ് ഫുൾ സ്റ്റോറീസ് ദാറ്റ് ട്രാൻസെൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ് ആൻഡ് പെർസണൽ നോംസ്. അത് തന്നെ എഴുതി വെക്കുക, അതന്നെ എഴുതി വെച്ചാൽ മതി, കൂടുതലൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ആൻസർ കീലും അതായിരിക്കും ആൻസർ ഉണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു വാക്ക് അതിൻ്റെ അർത്ഥം അവർ കൊടുക്കും, അർത്ഥം കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഏത് വാക്കാണെന്നല്ല ചോദിക്കും. ഓക്കെ, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മിക്ക സമയത്തും നിങ്ങൾക്ക് അറിയാത്തൊരു വാക്കായിരിക്കും, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് അറിയാത്തൊരു വാക്കായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാം. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദി പാസേജ് വിച്ച് മീൻസ് റിലേറ്റിംഗ് ടു ഓർ ഡൺ ബൈ ഓൾ പീപ്പിൾ ഓർ തിങ് ഇൻ ദ വേൾഡ്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അല്ല എല്ലാവർക്കും ബാധകമായുള്ള കാര്യം. അതേതാണ്? നിങ്ങൾ തപ്പി നോക്കി കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങൾ ആ തപ്പേണ്ടത് എങ്ങനെയാണ്? ഫീച്ചറിങ് ആണോ, ആനിമൽസ് ആണോ? അല്ല, ഇതൊന്നുമല്ല. അങ്ങനെ തപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ? എല്ലാവർക്കും ബാധകം അല്ല, ഒന്നല്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ബിക്കോസ് ഓഫ് ദിയർ യൂണിവേഴ്സൽ, എല്ലാവർക്കും ബാധകമായുള്ള കാര്യം. അതിനെല്ലാം നമ്മൾ യൂണിവേഴ്സൽ, അല്ല എല്ലാ സാധനങ്ങൾക്കും ബാധകമായുള്ള യൂണിവേഴ്സൽ. അപ്പോൾ ഏതാണ് വാക്ക്? യൂണിവേഴ്സൽ. അപ്പോൾ ഓരോന്നായി തപ്പി ആൻസർ കിട്ടിക്കോളും. ക്ലിയർ ആണല്ലോ? മിക്ക സമയത്തും ഇവിടെ അങ്ങനെ അല്ലായിരുന്നു, മിക്ക സമയത്തും നിങ്ങൾ ഫെമിലിയർ അല്ലാത്തൊരു വാക്കായിരിക്കും. ഓക്കെ, റെഡി? അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ് കോംപ്രഹെൻഷന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഇത് യൂസ്ഫുൾ ആവുന്നത് ഈ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റാത്ത, അല്ലെ വായിച്ചാലും മനസ്സിലാവാത്ത കുട്ടികളൊക്കെ ആയിരിക്കും.
അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു വീഡിയോ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അത് യൂസ്ഫുൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ലൈവിൻ്റെയോ വീഡിയോൻ്റെ താഴെ വന്നിട്ട്, അല്ല ഇതിൻ്റെ തന്നെ വന്നിട്ട് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് വായിക്കുന്നതായിരിക്കും. ഓക്കെ, അത്രേ പറയാനുള്ളൂ മക്കളെ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വൈകുന്നേരത്തെ ലൈവിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ലൈവിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.